ഇത് സംബന്ധിച്ച് അയ്യോ ചേട്ടായിമാരെ പറയും പോലെ പാലക്കാട് കുട്ടികളെ പറ്റിക്കുന്ന എന്തോ പരിപാടി വന്നിട്ടുണ്ടല്ലോ. എന്താ പരിപാടി? ഗുണ കേവ് എന്ന് പറയണ എന്തോ കുട്ടികളെ പറ്റിക്കുന്ന പരിപാടി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഏട്ടായിൻ്റെ കൂട്ടം കേട്ടിട്ട് നമ്മൾ ആ ഗുണ കേവ് എന്ന് പറഞ്ഞ പരിപാടിക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ അവനാണ് മുൻപന്തി നിൽക്കുന്നത്. അവന് വെക്കേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് 10 ദിവസത്തെ ലീവിന് നിൽക്കുന്ന ആ ദിവസമാണ്. നാളെ സ്കൂളൊക്കെ തുറക്കും. അപ്പോൾ ആ വെക്കേഷൻ ഗ്യാപ്പിൽ നമ്മൾ ആ ഗുണ കേവ് എന്ന് പറഞ്ഞ പരിപാടിക്ക് വന്നിരിക്കുകയാണ്. അതിനുള്ളിൽ എന്തൊക്കെ പരിപാടികളുണ്ട്, ഏതൊക്കെ പരിപാടികളുണ്ടെന്നൊന്നും അറിയത്തില്ല. അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ബാല് അപ്പോൾ അത് നമ്മൾ കാണാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് എന്താ അവസ്ഥ, എന്താ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, $120 അല്ലേ എഴുതി വെച്ചിരിക്കുന്നത്? കൊച്ചു ഞാനും കൂടിയിട്ട് ഗുണ കേവിലേക്ക് കയറാൻ പോവാണ്. ഒയ്യോ, അമ്മച്ചി അങ്ങനെ ഉള്ളിലോട്ട് കയറിയിരിക്കുകയാണ്. നമ്മള് കയറിക്കോ. അടോ ഞാൻ വരുന്നു. വരണ കേട്ടോ. അങ്ങനെ നമ്മൾ ഗുഹന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അങ്ങനെ ഗുഹന്റെ ഉള്ളിൽ ഇത് ഗുഹേന്റെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഗുഹ കാണിച്ചു വെച്ചിരിക്കുന്ന സെറ്റാണിത്. നോക്കി നടന്നാ വിട്ട് കഴിഞ്ഞാൽ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ കൈ പിടിച്ചോട്ടാൻ പറ്റുന്ന കൊച്ചുകുട്ടി. ചോറ് നടക്കാം. കരയുടെ വലിയൊന്നും കാണാനില്ല. എവിടെ കരയി നോക്കട്ടെ, കരയി. ഓ കരയി. ഇതിങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് കാണുന്നത്. വേറൊന്നും காப்பாத்துறது உங்களுக்கு அது ஒரு நன்மை. யோசித்தானே അതിൻ്റെ ഉള്ളിൽ എന്താ? അപ്പൊ ചേട്ടായിമാരെ ഞങ്ങൾ ഗുഹന്റെ ഉള്ളിൽ കൂടെ ഓടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോന്നൊന്നര ഗുഹയാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. 120 രൂപ മേടിച്ചാലും അതിനുള്ള സ്കോപ്പ് ഉണ്ടെന്ന് തോന്നില്ലേ? നീ അത് വേർപ്പ് പഠിക്കണം. അപ്പൊ ഞങ്ങള് ഗുഹന്റെ ഉള്ളിൽ കൂടെ കൊച്ചു വന്നിട്ട് നമുക്ക് വേർപ്പൊക്കെ തുടച്ചു തരുന്നുണ്ട്. കൊച്ചു നമുക്ക് പോവാല്ലേ? പോവാ. അയ്യോ വേർന്ന് വിളിച്ചിരിക്കണോ. അപ്പൊ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ഗുഹ ഉണ്ടാക്കി വെച്ചിരിക്കണം. അതിനുള്ളിലേക്ക് വന്നിരിക്കുന്നത് ഇത് ഗുഹന്റെ ഉള്ളിൽ നിധിയാണ് തോന്നുന്നു. നിധി കൂമ്പാരമാണ്. കേട്ടോ, നിധി കാര്യങ്ങൾ കല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്.
പറയണ്ട, നന്നായി വേർന്നു. ഇത് അതിൻ്റെ ഉള്ളിൽ മറ്റേ ഇതിന് ശ്മശാനം ഉണ്ട്, അവിടെ നോക്കാം. അത് അനങ്ങാണ്ട് എടുക്കാതെ உள்ளுக்குள்ள இருக்கட்டும், நாங்க ரிஸ்க் எடுக்க தேவையில்ல. புரியுதா சார்? உங்களுக்கு ரிஸ்க் ആണ് സാർ. ഇത് നീ ഇറങ്ങി ഗുഹന്റെ ഉള്ളിലെ പുലി നേരത്തെ ഒരു രക്ഷയില്ല. 1.5 ഗുഹ കാട്. ശരി, ഇറങ്ങിക്കോ അച്ഛേ കേട്ടോ. അത് ഗുഹ, അതിൻ്റെ ഉള്ളിൽ കാടാണ്. സംഭവം സെറ്റ് ചെയ്ത് നീ ഇറങ്ങി ഉണ്ണിയാണ് പേര് എന്നാ தெரியுமா? സെറ്റപ്പ് ചെയ്തിരിക്കുന്ന ഗുഹ ഇന്നലെ നന്നായിട്ടുണ്ട്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളിയായിട്ട് നല്ല വേർപ്പ് കാര്യങ്ങൾ. കുട്ടികളെ എല്ലാവരും നല്ല പേടിച്ച് കുറച്ച് നല്ല അടിപൊളിയായിട്ട് സെറ്റിംഗ് ചെയ്തിട്ട് ഗ്രാഫിക്സ് ഒക്കെ അടിപൊളിയായിട്ട്. അപ്പൊ ഇനി കുറച്ചും കൂടി ഉണ്ടെന്ന് ബാക്കി കൂടി നമുക്ക് കാണാൻ പോവാണ് കേട്ടോ. പോലെ എന്റെ ചിരിക്കാണ്. കുറച്ച് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ കഴിഞ്ഞ് വെളിയിലേക്ക് പോകണം കേട്ടോ. മെല്ലപ്പോടോ. ശരി, നടക്കും. എന്താണത്? നെഞ്ചാണ്, നെഞ്ചാണ്. ഉള്ളിലോട്ട് വന്ന് കുറെ പുലികളെ കുറെ പെൻഗിനൊക്കെ കണ്ടു. കങ്കാരൊക്കെ ഉണ്ട് അവിടെ ഉള്ളിൽ കാണാനുണ്ട്. And
കടിച്ചോ കടിച്ചോ. അപ്പോൾ ചേട്ടായി വരെ നമ്മുടെ ഗുഹയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് സീനറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് കിട്ടിയ സാധനം പഞ്ഞിമുട്ടായി ഇട്ടിരിക്കുക. പഞ്ഞിമുട്ടായി വായിലിട്ട് വെച്ചും. അപ്പം ഇനി ഞങ്ങൾ വെളിയിലോട്ട് പോവാണ്. ഉള്ളിലെ പരിപാടി കലാപരിപാടിയൊക്കെ കഴിഞ്ഞു. അടിപൊളിയായിട്ട് സംഭവം നിൽക്കണം അവിടെ.